നമുക്ക് ഇന്നതാ ഈ ഒരു കുട്ടി കമൻറ്റ് ഇട്ട പോലെ തന്നെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് തന്നെ നമ്മൾ ബട്ടർ പേപ്പർ എടുക്കുക, പിന്നെ ഒരു A4 ഷീറ്റ് എടുക്കുക, അതിൽ കുറച്ച് ക്യൂട്ടായിട്ടുള്ള പിക്ചേഴ്സ് വരച്ചെടുക്കുക, പിന്നെ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ടിങ്ങാണ് മെയിൻ പരിപാടി. പിന്നെ ആദ്യം തന്നെ ഒരു കാര്യം പറയാൻ ഞാൻ ബട്ടർ പേപ്പർ നിങ്ങൾ എടുക്കണമെങ്കിൽ ഒന്നിലേയും കടയിൽ നിന്ന് മേടിക്കുന്നത് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഉണ്ടാക്കും മര്യാദയ്ക്ക് ഉണ്ടാക്കുക. ഞാനിത് മര്യാദയ്ക്ക് ഉണ്ടാക്കാത്തതുകൊണ്ട് ആണ് ടാപ്പ് ഒട്ടാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുമ്പം അപ്പം മര്യാദയ്ക്കൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പം നമ്മൾ ഇനി കുറച്ച് സ്റ്റിക്കേഴ്സ് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, സ്റ്റിക്കേഴ്സ് അല്ല കുറച്ച് പേപ്പേഴ്സ് ക്യൂട്ടായിട്ട് വരച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് നമ്മൾ ഓരോന്നായിട്ട് തുമ്പിക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതുകൊണ്ട് ടാപ്പ് വെച്ചൊന്ന് കവർ ചെയ്തെടുക്കുക. പിന്നെ ടാപ്പ് ഒട്ടിക്കുമ്പം ശ്രദ്ധിക്കുക, ഗ്യാപ്പില്ലാണ്ട് ഒട്ടിക്കാതെ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ സ്റ്റിക്കേഴ്സ് മര്യാദയ്ക്ക് ഒട്ടാതെ ഇരിക്കും. അപ്പോൾ എനിക്ക് പറ്റിയ മിസ്റ്റേക്സൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പം അതൊക്കെ ശ്രദ്ധിക്കുക. എന്നിട്ട് അതൊക്കെ കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. പിന്നെ കട്ട് ചെയ്യുമ്പം കുറച്ച് വീതിയിൽ കട്ട് ചെയ്യുക. ഇത് ബട്ടർ പേപ്പറും ടാപ്പും കുറച്ച് ബാക്കി വരുന്ന രീതിയിൽ കട്ട് ചെയ്യുക, എന്നാലേ അത് മര്യാദയ്ക്ക് ഇരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അത് മര്യാദയ്ക്ക് ഒട്ടില്ല. അപ്പോൾ നമ്മൾ തന്നെ ഈ ഒരു കരടിക്കുട്ടിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഞാൻ വരച്ചതിൽ. അപ്പോൾ അത് ഒരെണ്ണെടുത്തിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കി, സക്സസ് ഒക്കെയാണ്. പക്ഷേ ടാപ്പ് കുറച്ച് ബാക്കി പുറത്തേക്ക് നിന്നാലേ അത് മര്യാദയ്ക്ക് ഒട്ടുള്ളൂ, അല്ലെങ്കിൽ അത് ഒട്ടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. ഞാൻ ലാസ്റ്റ് എന്തൊക്കെയാണ് മിസ്റ്റേക്സ് എനിക്ക് പറ്റിയതെന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അത് ക്ലിയർ ആക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു പൂച്ചക്കുട്ടി ഒട്ടിച്ച് കൊടുത്തപ്പം ഇതാക്കി ഞാൻ പറയില്ല, ഗ്യാപ്പ് ഇല്ലാതെ ടാപ്പ് ഒട്ടിച്ചില്ലെങ്കിൽ ഇതേപോലെ ഇരിക്കും. അതാണ് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞത് കേട്ടോ. ഈ സ്റ്റിക്കേഴ്സൊക്കെ ചെയ്ത് കഴിയുമ്പം നമുക്ക് എന്തായാലും ഒന്നും കൂടി ഉണ്ടാക്കാം. അപ്പം നമുക്ക് ഇതിൽ പറ്റിയ മിസ്റ്റേക്സൊക്കെ കറക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് ഇതൊക്കെ ജേർണലിനൊക്കെ യൂസ് ചെയ്യാം. നമുക്ക് ഹോം മെയ്ഡ് ഉണ്ടാക്കാൻ പറ്റുന്നതിൽ ഈസി ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് അല്ലേ. പിന്നെ ബട്ടർ പേപ്പർ ഉണ്ടാക്കുന്ന വീഡിയോ സെപ്പറേറ്റ് വേണമെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇതിൽ പറ്റിയ തെറ്റുകൾ നമുക്ക് തിരുത്തിയിട്ട് ഒന്നും കൂടി വീഡിയോ ചെയ്യാം. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, അപ്പോൾ ഞാൻ ചെയ്യാം കേട്ടോ. എനിക്ക് പറ്റിയ മിസ്റ്റേക്സൊക്കെ തിരുത്തുകയാണെങ്കിൽ സംഭവം നല്ല അടിപൊളിയാണ്. ബാക്കി സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ ഈ ഒരു ബാസ്ക്കറ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, നമുക്ക് ജേർണലിനൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് സ്റ്റിക്കേഴ്സിൻ്റെ. അപ്പോൾ എന്തായാലും ഇത്രയോടെ വീഡിയോ അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ.